നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ചെറിയ ഒരു ദിക്ർ. ആ ദിക്ർ പറഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വലിയ പ്രതിഫലം, വലിയ വമ്പിച്ച പ്രതിഫലം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് ആ ദിക്ർ ഏതാണെന്നും അത് ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന മഹത്വങ്ങൾ, പ്രതിഫലങ്ങൾ, ശ്രേഷ്ഠതകൾ എന്തൊക്കെയാണെന്നും ഈ വീഡിയോയിലൂടെ നമുക്ക് കൃത്യമായിട്ട് പരിശോധിച്ച് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് പറയുന്നത് ചെറിയ ഒരു ദിക്ർ. ആ ദിക്ർ നാം ജീവിതത്തിൽ പതിവാക്കിയാൽ അല്ലെങ്കിൽ നാം ചൊല്ലിയാൽ നമുക്ക് കിട്ടുന്ന വമ്പിച്ച പ്രതിഫലത്തെ കുറിച്ചാണ്. ഏതാണ് ആ ദിക്ർ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ള ദിക്ർ. ചെറിയ ദിക്റാണ്, നമ്മുടെ നാവ് കൊണ്ട് പറയാൻ വളരെ എളുപ്പമാണ്, വളരെ സുഗമമുള്ള, നമുക്ക് എപ്പോഴും പറയാൻ പറ്റുന്ന, നമ്മുടെ നിൽപ്പിലും ഇരിപ്പിലും നടപ്പിലും സദാസമയവും നമുക്ക് പറയാൻ പറ്റുന്ന ഒരു ചെറിയ ദിക്റാണ്. ഇത് പറഞ്ഞാൽ നമുക്ക് വമ്പിച്ച പ്രതിഫലം നമുക്ക് കരസ്ഥമാകുന്നുണ്ട്. ആദ്യം ഇതിന്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് പരിശോധിച്ച് നോക്കാം. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുന്നു. അള്ളാഹു പരിശുദ്ധനാണ്. സൃഷ്ടികൾക്കുണ്ടാവുന്ന യാതൊരുവിധ ന്യൂനതകളും ഇല്ലാത്തവനാണ് അള്ളാഹു. അള്ളാഹുവിന് ഭാര്യമാരില്ല, മക്കളില്ല, മാതാപിതാക്കളില്ല, ഉറക്കമില്ല, മറവിയില്ല, ഒരു ന്യൂനതയും ഇല്ലാത്തവനാണ് അള്ളാഹു. അള്ളാഹു പരിപൂർണനാണ്. അള്ളാഹു എല്ലാം കൊണ്ടും പരിശുദ്ധനാണ്. വബിഹംദിഹി, അള്ളാഹുവിനെ സ്തുതി കീർത്തനങ്ങൾ ഉരുവിടുന്നതോടുകൂടെ, അള്ളാഹുവിനെ സ്തുതിക്കുന്നതോടുകൂടെ, അതായത് അള്ളാഹു എല്ലാ ഹംദിനും എല്ലാ സ്തുതി കീർത്തനങ്ങൾക്കും ഉടമസ്ഥനാണ്. അള്ളാഹു ഈ ഭൂമിയെ മുഴുവനും സൃഷ്ടിച്ച് പരിപാലിച്ച് സംരക്ഷിക്കുന്നവനാണ് അള്ളാഹു. ഈ ഭൂമിയിലുള്ള ഈ അണ്ഡകടാഹത്തിലുള്ള മുഴുവൻ വസ്തുക്കളെയും സംരക്ഷിക്കുന്നവൻ, മുഴുവൻ വസ്തുക്കൾക്കും മുഴുവൻ ജീവികൾക്കും ഭക്ഷണം നൽകുന്നവൻ, കടലിന്റെ ആഴിയിലുള്ള മത്സ്യങ്ങൾക്ക് ഭക്ഷണം നൽകുന്നവൻ, വാനലോകത്തിലൂടെ പറക്കുന്ന പക്ഷികൾക്ക് ഭക്ഷണം നൽകുന്നവൻ, ഈ ഭൂമിയിലുള്ള ചെറിയ സൂക്ഷ്മവും സ്ഥൂലവുമായ ചെറിയ ജീവികൾക്ക് പോലും ഭക്ഷണം നൽകുന്നവൻ, മനുഷ്യർക്ക് എല്ലാവിധ സൗകര്യങ്ങളും അവൻക്ക് ജീവിക്കാൻ ഈ ഭൂമിയെ തയ്യാറാക്കി വെച്ചവൻ, ഈ ഭൂമിയിൽ ഒരു ചെറിയ ഇലാനങ്ങളെങ്കിൽ പോലും, ഒരു ഉറുമ്പ് ചലിക്കണമെങ്കിൽ പോലും അവന്റെ ഖളാഉം അവന്റെ നിർദ്ദേശവും അവന്റെ തീരുമാനവും കൂടാതെ നടക്കുകയില്ല. അപ്പോ ഈ ഭൂമിയെ മുഴുവൻ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്നവൻ, ഭൂമി മാത്രമല്ല ഈ ആകാശവും ഈ ലോകവും എല്ലാം അള്ളാഹുവിന്റെ കഴിവിന് അതീതമാണ്. അള്ളാഹുവാൻ ഇവയൊക്കെ നിയന്ത്രിക്കുന്നവൻ. അപ്പോ ഇത്രയേറെ അർത്ഥ വ്യാപ്തിയുള്ള ഒരു വാക്കാണ്, ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ളത്. ചെറിയ വാക്കാണെങ്കിലും ചെറിയൊരു വചനമാണെങ്കിലും അതിനെന്തുണ്ട്? വലിയ അർത്ഥമുണ്ട്, വലിയ പ്രതിഫലവുമുണ്ട്. അത് ചൊല്ലിയാൽ നമുക്ക് ലഭ്യമാകുമെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ കാണാൻ കഴിയും, മൻ ഖാല ഹീന യുസ്ബിഹു വഹീന യുംസി, ആരെങ്കിലും പ്രഭാതത്തിലും പ്രദോഷത്തിലും, അതായത് രാവിലെയും വൈകുന്നേരവും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ള ദിക്ർ ചൊല്ലിയാൽ, മിഅത മറ, എത്ര തവണ? 100 തവണ ചൊല്ലിയാൽ, ലം യഅതി അഹദുൻ യൗമൽ ഖിയാമത്തി ബിഅഫ്ളല മിമ്മാ ജാഅ ബിഹി, നാളെ ഖിയാമത്ത് നാളിൽ അവനേക്കാൾ ശ്രേഷ്ഠമായിട്ട് ഒരാള് വരികയില്ല എന്നാണ്. അപ്പോ 100 തവണ പ്രഭാതത്തിലും പ്രദോഷത്തിലും രാവിലെയും വൈകുന്നേരവും ചെല്ലുന്നവൻ, അവനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള, അവനേക്കാൾ ഉന്നതിയിലുള്ള ഒരാളും നാളെ ഖിയാമത്ത് നാളിൽ വരികയില്ല എന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇല്ലാ അഹദുൻ ഖാല മിസ്ല മാ ഖാല ഔ സാദ അലൈഹി, ഒരാളൊഴികെ. അവരെങ്ങനെയുള്ളവനാണ്? ഒന്നെങ്കിൽ ഈ ആള് പറഞ്ഞതുപോലെയുള്ള, പറഞ്ഞ എണ്ണത്തിനനുസരിച്ച് പറഞ്ഞു, 100 തവണ പറഞ്ഞു, അല്ലെങ്കിൽ ഔസാദ അലൈഹി, അതിനേക്കാൾ കൂടുതൽ പറഞ്ഞു, 100-നേക്കാൾ കൂടുതൽ തവണ പറഞ്ഞു. അപ്പൊ 100 എണ്ണമാക്കണമെന്നില്ല, അതിനേക്കാൾ കൂടുതൽ എത്രയും നമുക്ക് പറയാൻ പറ്റുന്ന ദിക്റാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നത്. അതുകൊണ്ട് വലിയ പ്രതിഫലം നമുക്ക് ലഭ്യമാകും. നാളെ പ്രയാസപ്പെട്ട് നിൽക്കുന്ന മഹ്ശറാവൻ സഭ,
നമ്മൾ ബുദ്ധിമുട്ടായിക്കൊണ്ട് ഒന്ന് രക്ഷപ്പെട്ട് കിട്ടിയെങ്കിൽ നഫ്സി നഫ്സി, എന്റെ ശരീരം ഒന്ന് രക്ഷപ്പെട്ടെങ്കിൽ എന്നൊക്കെ കരുതി ബുദ്ധിമുട്ടിലും പ്രയാസത്തിലും നിൽക്കുന്ന ആ മഹ്ശറയിൽ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ ഈ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ള വചനമൊക്കെ കൃത്യമായിട്ട് അത് ആ 100 എണ്ണം അതിന് കൂടുതലും ഒക്കെ ചെല്ലുക. അവിടെ നമുക്ക് വലിയ ആശ്വാസം മഹ്ശറയിൽ നമുക്ക് ലഭ്യമാകും. അതുകൊണ്ട് അത് 100 തവണ ആക്കണമെന്നില്ല, അതിനേക്കാൾ കൂടുതൽ നമുക്ക് ചൊല്ലാവുന്നതാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മറ്റൊരു ഹദീസിൽ കാണാം, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസ്. ഹബീബായ തങ്ങൾ പറയുന്നു, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഫീ യൗമിൻ 100 മറ, ഒരാൾ ദിവസവും 100 തവണ സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ള ദിക്ർ ചൊല്ലിയാൽ ഹുത്തത് ഖതായാഹു വഇൻ കാനത് മിസ്ല സബദിൽ ബഹർ, കടലിന്റെ നുരയോളം അവൻ തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അവൻക്ക് അതൊക്കെ പുറത്തു കൊടുക്കും, അവന്റെ ആ തെറ്റുകളൊക്കെ മായ്ച്ചു കളയുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. ചെറിയ പാപങ്ങൾ, അവന്റെ കടലിന്റെ നുരയോളം ചെറിയ പാപങ്ങൾ അവനിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ അള്ളാഹു മായ്ച്ചു കൊടുക്കാൻ ഉതകുന്ന ഒരു നല്ല ദിക്റാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ളത്. അതെന്ത് ചെയ്യണം? നമ്മൾ നിത്യമാക്കണം, ജീവിതത്തിൽ പതിവാക്കണം. അതുകൊണ്ട് വലിയ പുണ്യം നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് വലിയൊരു നിധിയാണ് ഇത്, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നുള്ള ഈ ദിക്ർ. അത് ജീവിതത്തിൽ പതിവാക്കുക. വലിയ മഹത്വം, ജീവിത വിജയം നമുക്ക് ദുനിയാവിലും നാളെ ആഖിറത്തിലും വലിയ നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ കഴിയുമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ ഞാൻ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.